ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 119 സർഗമാണ് സീതാഗ്നിപ്രവേശം. അതാണ് വ്യാഖ്യാനിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിലെ അവസാനത്തിലായിട്ട് നമ്മൾ കേട്ടു, തൻ്റെ പ്രിയതമനിൽ നിന്ന് അപ്രിയമായിരിക്കുന്ന വാക്കുകളെ കേട്ടുകഴിഞ്ഞപ്പോൾ വിറപൂണ്ട് മൈഥിലി ഒട്ടേറെ കണ്ണുനീർ വാർത്തു. കോപാകുലനായിരിക്കുന്ന രാമൻ കോൾമയിൽ കൊള്ളിക്കുമാറ് പരുഷമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സീത അത്യന്തം പരിതപിക്കുകയുണ്ടായി. സാ തതശ്രുതപൂർവം ഹി ജനേ മഹതി മൈഥിലി ശ്രുത്വാ ഭർതൃവചോരൂക്ഷം ലജ്ജയാ വ്രീഡിതാഭവൽ. മാലോകരുടെ മുമ്പിൽ വെച്ചാണ് മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത രൂക്ഷമായിരിക്കുന്ന വാക്കുകളെ ശ്രീരാമൻ പ്രയോഗിച്ചു. അത് കേട്ടപ്പോഴാണ് മൈഥിലി ലജ്ജയിലാണ്ട് പോയി. പ്രവിശന്തീവ ഗാത്രാളി സ്വാനേവ ജനകൽമജ വാക്ചല്യസ്ഥൈ സശല്യേവ പ്രശമശ്രൂണ്യവർത്തയ. ആ ജാനകി തൻ്റെ അംഗങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൊണ്ട് ആ വാക്ശരങ്ങളേറ്റ് വൃണതയായിട്ട് അതിയായി കണ്ണുനീർ വാർത്തു. തതോ ബാഷ്പവരിക്ലിഷ്ടം പ്രമാർജന്തി സമാനനം. പിന്നീട് കണ്ണീരൊഴുകുന്ന തൻ്റെ മുഖം തുടച്ചുകൊണ്ട് ഭർത്താരമിത ബബ്രബിൽ വിടർന്ന വാക്കുകളിൽ തൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറയുകയുണ്ടായി. കിം മാമ സദൃശം വാക്യമീദൃശം ശ്രോത്രദാരുണം രൂക്ഷം ശ്രാവ്യസേ വീര പ്രാകൃതാമിവ. ഹീനൻ ഹീനയോട് എന്നതുപോലെ എന്നോട് ഇങ്ങനെ രൂക്ഷവും കർണകഠോരവും അനുചിതമായിരിക്കുന്ന വാക്കുകള് അല്ലയോ വീര അങ്ങ് പറയുന്നത് എന്തുകൊണ്ടാണ്? നതദാസ്മി മഹാബാഹോ യഥാ ത്വമവഗച്ഛസി പ്രത്യയം ഗച്ഛമേ യസ്വേന ചാരിത്രേണൈവ മേ ശപേ. ഞാൻ എൻ്റെ ചാരിത്രത്തെ ചൊല്ലിയിട്ട് ശപഥം ചെയ്യുന്നു, എന്നെ വിശ്വസിക്കുമോ? അങ്ങ് സംശയിക്കുന്ന പോലെയുള്ള ഒരാളല്ല ഞാൻ. ഹൃദസ്ത്രീണാം പ്രചാരേണ ജാതിം താം പരിശങ്കസേ പരിത്യേജേ മാം ശങ്കാം തു ദേഹം പരീക്ഷിതാഹം. ഹീനസ്ത്രീകളുടെ നടപടി കാരണം അങ്ങ് സ്ത്രീജാതിയെ മുഴുവൻ സംശയിക്കുന്നു. ഞാൻ അങ്ങയാൽ പരീക്ഷിച്ച് അറിയപ്പെട്ടവളായതിനാൽ ഈ സംശയം അങ്ങ് വെടിയണം. യദ്യഹം ഗാത്ര സംസ്പർശം ഗതാസ്മി വിവശാവൃശം കാമകാരോ നമേ തത്ര ദൈവം തത്ര പരാധ്യതി. വിവശത മൂലം എനിക്ക് ശരീരസ്പർശം ഏറ്റു എങ്കിൽ അതെന്റെ സ്വബുദ്ധിയോടുകൂടി സംഭവിച്ചതല്ല, അതില് ദൈവമാണ് അപരാധി പ്രഭു. മതധീനം തു യത്തന്മേ ഹൃദയം ത്വയി വർത്തതേ പരാധീനേഷു ഗാത്രേഷു കിം കരിഷ്യാമിനീശ്വര. എൻ്റെ സ്വാധീനതയിലുള്ള എൻ്റെ ഹൃദയം അങ്ങേ ലയിച്ചിരിക്കുന്നു. അശക്തിയായ ഞാൻ ശരീരത്തിന്റെ പരാധീനതയിൽ എന്ത് ചെയ്യും? സഹസംവൃത്തഭാവാച സംസർഗേണ ച മാനത യദ്യഹം തേന വിജ്ഞാതാ കഥാതേനാസ്മി ശാശ്വത. മാനത ഒന്നിച്ചുള്ള വളർച്ചയും സംസർഗവും കൊണ്ട് അങ്ങ് എന്നെ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ എന്നേക്കും കൊല്ലപ്പെട്ടവൾ തന്നെയാണ്. പ്രേഷിതസ്തേ യഥാവീരോ വരുമാനവലോക ലങ്കാസ്ഥായം ത്വയാ വീര കിം തഥാ ന വിസർജിത. വീര അങ്ങ് എന്നെ അന്വേഷിക്കാനായിട്ട് വീരനായ ഹനുമാന ലങ്കയിലേക്ക് അയച്ചില്ലേ, അപ്പോൾ തന്നെ എന്നെ ഉപേക്ഷിക്കാതിരുന്നത് എന്താ? പ്രത്യക്ഷം മാനരേന്ദ്രസ്യ തദ്വാക്യസമനന്തരം ത്വയാ സന്ധ്യക്തയാ വീര തെക്തം സാൽ ജീവിതം മയ. വീര അങ്ങയുടെ വാക്ക് കേട്ട ഉടനെ വാനരശ്രേഷ്ഠന്റെ മുമ്പിൽ വെച്ച് അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട ഞാൻ ജീവൻ വെടിയുമായിരുന്നു. പ്രാണനെ സംശയത്തിലാക്കുന്ന അങ്ങയുടെ ഈ പ്രയത്നം വൃഥാവിലാകില്ലായിരുന്നു. അങ്ങയുടെ സുഹൃത്തുക്കളുടെ ഈ പരിശ്രമവും പാഴാവില്ലായിരുന്നു. ത്രയാതുതര ശാർദൂല ക്രോധമേവാനുവർത്തത. നരശാർദൂല നിസാരനായ ഒരു നരനെ പോലെ കോപത്തെ മാത്രം പിന്തുടരുന്ന അങ്ങ് എന്നിലെ സ്ത്രീത്വത്തെ മാത്രമാണ് ഓർക്കുന്നത്. അപദേശേന ജനകോൽപ്പത്തിർ വസുധാതലാൽ. ഞാൻ ജനകാത്മജയാണ് എന്ന പ്രസിദ്ധിയോ ഭൂമിയിൽ നിന്നാണ് എൻ്റെ ജനനമെന്ന കാര്യമോ
എന്റെ പൂർവവൃത്തമോ വൃത്തജ്ഞനായിരിക്കുന്ന അങ്ങ് ഗണിച്ചില്ല. ന പ്രമാണീകൃത പാണിർ ബാല്യേ ബാലേന പീഡിത. മമ ഭക്തിശീലം ജ സർവന്തേ പൃഷ്ടാതകൃതം. ബാല്യത്തിൽ ബാലനായിരുന്ന അങ്ങ് എന്നെ പാണിഗ്രഹണം ചെയ്തതും വകവെച്ചില്ല. എന്റെ ഭക്തിയും ശീലവും എല്ലാം അങ്ങ് അലക്ഷ്യമായിട്ട് തള്ളിക്കളഞ്ഞു. ഏവം ബ്രുവാണാരുദതി ബാഷ്പകൽക്കൃത ഭാഷിണി. കരഞ്ഞും കണ്ണീരാൽ ഇടറിക്കൊണ്ടുമൊക്കെ ഇങ്ങനെ പറയുന്ന സീത ദൈന്യതയോടെ ചിന്താധീനനായി നിൽക്കുന്ന ലക്ഷ്മണനോട് പറയുകയാണ്. ചിതാമേ കുരു സൗമിത്രേ വ്യസനസ്യാസഭേഷജം. സൗമിത്രേ, ഒരു ചിരിയൊരുക്കൂ. ഈ അഴലിനുള്ള ഔഷധം അതാണ്. മിഥ്യാപവാദം കൊണ്ട് കെട്ടുപോയ ഞാന് ഇനി ജീവിച്ചിരിക്കാനായിട്ട് ശക്ത അല്ല. അപ്രീതസ്ഥ ഗുണർഭക്തോ സ്തക്തയാ ജനസംസദി. എന്റെ ഗുണങ്ങളിൽ പ്രീതിയില്ലാത്ത ഭർത്താവിനാൽ ജനസദസ്സിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട ഞാന് എനിക്ക് പോകാൻ പറ്റിയ ഗതി ഏതോ ആ അഗ്നിയിലേക്ക് പ്രവേശിക്കട്ടെ. ഏവമുക്തസ്തു വൈദേഹ്യോ ലക്ഷ്മണ പരവീരഹ അമർഷവശമാപന്നോ രാഘവാൻ നമൈക്ഷത. സീത ഇങ്ങനെ പറഞ്ഞപ്പോൾ ശത്രുനാശകനായിരിക്കുന്ന ലക്ഷ്മണൻ കോപം പൊറുക്കാനാവാതെ രാഘവന്റെ മുഖത്തേക്ക് നോക്കി. സവിജ്ഞായ തതച്ഛന്തം രാമസ്യാകാര സൂചിതം. വീര്യവാനായ സൗമിത്രി രാമന്റെ ഇംഗിതം ആംഗ്യത്താൽ സൂചിപ്പിച്ചത് മനസ്സിലാക്കി രാമന്റെ അഭീഷ്ടമനുസരിച്ചുകൊണ്ട് ചിതയെ ഒരുക്കി. അധോമുഖം തഥാ രാമം ശനൈ കൃത്വാ പ്രദക്ഷിണം. അപ്പോൾ വൈദേഹി അധോമുഖനായിട്ട് നിൽക്കുന്ന രാമനെ സാവധാനം പ്രദക്ഷിണം ചെയ്ത് ദീപ്യമാനം കുദാശ്വരം കത്തുന്ന ആ തീക്കരയിലേക്ക് എത്തി. പ്രണമ്യ ദേവതാഭ്യജ്ഞ ബ്രാഹ്മണേഭ്യശ്ച മൈഥിലി. ദേവന്മാരെയും ദ്വിജന്മാരെയും ഒക്കെ വണങ്ങിയ ശേഷം ബദ്ധാഞ്ജലിപടാ ചേത ഉവാചാഗ്നി സമീപത. കൈകൂപ്പി അഗ്നിയുടെ സവിധത്തിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി. യഥാ മേ ഹൃദയം നിത്യം നാപസർപ്പതി രാഘവാൽ തഥാ ലോകസ്യ സാക്ഷി മാം സർവത പാതുപാവക. എന്റെ ഹൃദയം ഒരിക്കലും രാഘവനിൽ നിന്ന് അകന്നിട്ടില്ല എങ്കിൽ ലോകസാക്ഷിയായ അഗ്നി എന്നെ സർവവിധത്തിലും സംരക്ഷിക്കട്ടെ. യഥാമാം ശുദ്ധചാരിത്ര ദുഷ്ടാം ജാനാതി രാഘവ. ശുദ്ധചാരിത്രയായിരിക്കുന്ന എന്നെ രാമൻ ദുഷ്ടയെന്ന് കരുതുന്നതാണെങ്കിൽ ലോകസാക്ഷിയായ അഗ്നി എന്നെ സർവവിധത്തിലും സംരക്ഷിക്കട്ടെ. കർമ്മണാ മനസാ വാചാ യഥാ നാദീചരാമ്യഹം. സർവധർമ്മജ്ഞനായിരിക്കുന്ന രാഘവനെ ഞാൻ മനസാ വാചാ കർമ്മണ അതിലംഘിച്ചിട്ടില്ല എങ്കിൽ തഥാ മാം പാതുപാവക. ആദിത്യ ഭഗവാനും വായുവും ദിക്കുകളും ചന്ദ്രനും പകലും രണ്ട് സന്ധ്യകളും രാത്രിയും ഭൂമിയും മറ്റുള്ളവരും ഞാൻ ചാരിത്രവതിയാണ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ എന്നെ ആ പാവകൻ പാലിക്കട്ടെ. ഏവമുക്താതു വൈദേഹി പരിക്രമ്യ ഹുദാശ്രണം വിവേശ ജ്വലനം ദീപ്തം നിസംഗേനാന്തരാത്മന. വൈദേഹി ഇങ്ങനെ പറഞ്ഞ പാവകനെ പ്രദക്ഷിണം ചെയ്ത ശേഷം നിസംഗമായ അന്തരാത്മാവോടെ ജ്വലിക്കുന്ന ആ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ബാലന്മാരും വൃദ്ധന്മാരും നിറഞ്ഞ ആ വമ്പിച്ച പുരുഷാരം മൈഥിലി തീയിൽ ചാടുന്നത് ദൃശ മൈഥിലിയും തത്ര പ്രവിശന്തിയും ഹുദാശ്രം. നടുക്കത്തോടു കൂടിയിട്ട് നോക്കി. തഥാ തപ്തനവഹേമാഭ തപ്തകാഞ്ചന ഭൂഷണ അപാത ജ്വലനം ദീപ്തം സർവലോകസ്യ സന്നിധോ. സ്വർണവർണ്ണമാർന്നവളും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവളുമായിരിക്കുന്ന സീത സർവലോകത്തിന്റെയും സാന്നിധ്യത്തില് ആളിക്കത്തുന്ന ആ ചെന്തിയിലേക്ക് ചാടി. ദദൃശുസ്താം വിശാലാക്ഷിയും പതന്തീം ഹവ്യവാഹനേയും. തീയിൽ വീഴുന്ന വിശാലാക്ഷിയായ സീതയെ സ്വർണവേദിക എന്ന പോലെ സർവജീവജാലങ്ങളും കണ്ടു. യാഗത്തിലെ മന്ത്രസംശുദ്ധമായ കൃതധാരയെ പോലെ അഗ്നിയിൽ പതിക്കുന്ന അവളെ കണ്ട് സ്ത്രീകളെല്ലാം മുറവിളി കൂട്ടി. ദദൃശുസ്താം ത്രയോ ലോക ദേവഗന്ധർവദാനവാ ശബ്ദാം വദന്തീം നിരയെ ത്രിദിവാ ദേവതാമിവ. മൂന്ന് ലോകങ്ങളും ദേവഗന്ധർവ ദൈത്യന്മാരും ശാപത്താൽ സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്ക് വീഴുന്ന ദേവത എന്ന പോലെ അവളെ കണ്ടു. തസ്യാമഗ്നിം സന്ധ്യാതു ഭാഗേതി വിപുലസ്വന രക്ഷസാ മാനരാണാം ച സംബഭുവാത്ഭുതോപമാ. അവൾ അഗ്നിയിൽ പതിച്ചപ്പോൾ രാക്ഷസന്മാരുടെയും വാനരന്മാരുടെ അയോ കഷ്ടം എന്ന അത്ഭുതകരമായ വമ്പിച്ച ശബ്ദമെങ്ങും മുഴങ്ങി. ഇങ്ങനെ ദുഃഖത്തോടു കൂടിയിട്ട് തന്റെ ചാരിത്രശുദ്ധി തെളിയിക്കുവാനായിട്ട് അഗ്നിയിലേക്ക് പ്രവേശിക്കുന്ന സീതയെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ സർഗം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.